ഹലോ, ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോയാലോ? കല്യാണം എന്ന് പറയുമ്പോൾ വെറും ഒരു കല്യാണമല്ല കേട്ടോ, രാധാ കല്യാണം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം കേൾക്കുന്നത്. രാധാ കല്യാണം എന്ന് കേൾക്കുമ്പോൾ കൃഷ്ണനും രാധയും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്. അങ്ങനെ കുറേ ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് കൃഷ്ണൻ പരമാത്മാവും രാധ മനുഷ്യജീവനായതുകൊണ്ട് ജീവാത്മാവുമാണ്. രാധാ കല്യാണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യതയാണ്. ഇതിന് വേറെ എന്തെങ്കിലും ചരിത്രം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. കേരളത്തിൽ ഇങ്ങനെ ഒരു ആചാരം നടക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവിടെ എത്തുമ്പോൾ മലയാളികൾ ഒഴികെയുള്ള ബാക്കി സൗത്ത് ഇന്ത്യൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് നിന്ന് വെള്ളമൊക്കെ തളിച്ചാണ് അവർ നമ്മൾ അതിനകത്തേക്ക് സ്വീകരിച്ചത്. ഇതുവരെ കേട്ടിട്ടില്ലാത്തതുകൊണ്ടും ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടുമാണ് ഞങ്ങൾ അവിടെ ചെന്നത്. പക്ഷെ അവിടെ വന്നിട്ടുള്ള ബാക്കി എല്ലാ ആൾക്കാരും വീട്ടിൽ നിന്ന് ഫ്രൂട്ട്സും അതുപോലെ തന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഈ ഒരു പൂജയുടെ സമയത്ത് അവിടെ സമർപ്പിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നാട്ടിലെ കല്യാണത്തിന് പോകുമ്പോൾ എല്ലാവരും ഭംഗിയിൽ ഒരുങ്ങൂലേ, അതുപോലെ തന്നെയാണ് ഇവിടെ ഈ കല്യാണം കൂടാനും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നത്. രാധയുടെയും കൃഷ്ണൻ്റെയും കല്യാണ സമയത്ത് അവരെ ആശീർവദിക്കാനുള്ള അരിയാണ് കേട്ടോ ഇവർ എല്ലാവരുടെ കയ്യിലേക്ക് ഇങ്ങനെ തരുന്നത്. പൂജയുടെ ഇടയിൽ ഇവർ ഈ മുണ്ടിങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും നമ്മുടെ കയ്യിലുള്ള അരി അതിലേക്ക് എറിയണം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് സദ്യക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ നാട്ടിലെ കല്യാണം പോലെ അല്ല കേട്ടോ, താലി കെട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സദ്യ വിളമ്പുന്ന പരിപാടിയില്ല. അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ സദ്യ വിളമ്പുള്ളൂ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ചോറ്, ഭട്ടൂര, പായസം, വേറെ സ്വീറ്റ്സ്, അങ്ങനെ ഒരുപാട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ചു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. തിരിച്ചു വരുമ്പോൾ അവരവിടെ നേദിച്ച ഫ്രൂട്ട്സും പലഹാരങ്ങളൊക്കെ നമുക്ക് അവർ പ്രസാദമായിട്ട് തരും. പ്രസാദം വാങ്ങി ജീവിതത്തിൽ ആദ്യമായി രാധാ കല്യാണം കൂടി ഞങ്ങൾ തിരിച്ചു വന്നു. ഒരിക്കലും ഒരുമിക്കാതെ പോയതും
എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പവിത്രവുമായ 2 പ്രണയങ്ങളെ ഇങ്ങനെ കൂടിച്ചേർത്തതിൽ സന്തോഷം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.